നമ്മൾ കഴിഞ്ഞ വീക്കിൽ മോഹൻ ബഗാൻ കോച്ചായ അന്റോണിയോ ലോപ്പസ് സബാസിന്റെ 3-1-4-2 എന്ന ഫോർമേഷനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഒഫൻസീവ് ടാറ്റിക്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. അതേ തുടർന്ന് നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ട പോലെ ഹബാസിന്റെ ഡിഫൻസീവ് ടാറ്റിക്സിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സ്ട്രക്ചറിന്റെ വീക്ക്നെസ്സിനെ കുറിച്ചുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്പോർട്സ് സ്റ്റഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഹബാസിന്റെ ടാറ്റിക്സിൽ ഓഫ് ദ ബോൾ സമയത്ത് മോഹൻ ബഗാൻ നടത്തുന്ന ഡിഫൻഡിങ്ങിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്നാമതായി ഹൈ പ്രസിംഗ്, രണ്ടാമതായി മിഡ് ബ്ലോക്ക്, മൂന്നാമതായി ലോ ബ്ലോക്ക്. പൊതുവെ ഹബാസിന്റെ ടാറ്റിക്സിൽ മോഹൻ ബഗാൻ ISL മികച്ച പ്ലേയേഴ്സ് ഉള്ള ഒരു സ്ട്രോങ് ടീം ആണെങ്കിലും ഹബാസ് ഹൈ പ്രസിംഗിനേക്കാൾ കൂടുതലായി യൂസ് ചെയ്ത് കാണുന്നത് മിഡ് ബ്ലോക്കും ലോ ബ്ലോക്കുമാണ്. ഇതിന്റെ പ്രധാന കാരണം മിഡ് ബ്ലോക്കിലും ലോ ബ്ലോക്കിലും കളിക്കുമ്പോൾ ഹബാസ് 5-man ഡിഫൻസീവ് ലൈൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒപ്പോൺ ടീമിന് ഇവരെ മറികടന്ന് പോയി ഗോൾ സ്കോർ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ ഹബാസിന്റെ ടീം ഇത്തരത്തിൽ ലോ ബ്ലോക്കിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ ഇവന്റെ ബ്ലാസ്റ്റേഴ്സും ക്രാക്കയുടെ മുംബൈയും ഒക്കെ ഹൈലൈനിൽ നിന്ന് ബോൾ പൊസിഷൻ കളിക്കാനാണ് സാധ്യത കൂടുതൽ. ഇതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ മികച്ച രീതിയിലുള്ള ഒരു ഡയറക്റ്റ് പ്ലേയിങ് കൗണ്ടറുമാണ് ഹബാസ് ഈ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഹബാസിന്റെ ഒഫൻസീവ് ടാറ്റിക്സിനെ കുറിച്ചാണ് ഹബാസിന്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ആ വീഡിയോന്റെ ലിങ്ക് എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഹബാസിന്റെ ഡിഫൻഡിങ് ടാറ്റിക്സിലെ ഹൈ പ്രസിംഗിലേക്ക് വന്നാൽ ഇവിടെ കൂടുതലായി മിഡ് ബ്ലോക്കും ലോ ബ്ലോക്കും യൂസ് ചെയ്യുന്ന ഹബാസ് ഹൈ പ്രസിംഗ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനുകൾ നോക്കിയാൽ കളിയുടെ ആരംഭങ്ങളിൽ മികച്ച രീതിയിലുള്ള ഹൈ പ്രസിംഗ് നടത്താൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ 1-2 ഗോളുകൾക്ക് പുറകിൽ നിൽക്കുകയാണെങ്കിൽ ആ സമയവും മികച്ച രീതിയിലുള്ള ഹൈ പ്രസിംഗ് നടത്തുന്നതാണ്. ഇവിടെ നമ്മൾ ഹബാസിന്റെ ഹൈ പ്രസിംഗ് ടീം സ്ട്രക്ചർ നോക്കിയാൽ സ്വന്തം ഹാഫിൽ 3-man സെൻറ്റർ ബാക്കിനെ ഡിഫൻസിൽ നിലനിർത്തിക്കൊണ്ട് മറ്റ് ഫോർവേഡിലെയും മിഡ്ഫീൽഡിലെയും എല്ലാ പ്ലേയേഴ്സിനെയും കൂടെ നടത്തുന്ന ഒരു ഹൈ പ്രസിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഈ ഹബാസിന്റെ പ്രസിംഗ് ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കിയാൽ ഒപ്പോൺ ടീം ഗ്രൗണ്ട് ഏത് സൈഡിലാണോ ബോൾ പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത് ആ സൈഡിലായി ഒപ്പോൺ ടീമിന്റെ പാസിംഗ് ഓപ്ഷനുകളെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഹൈ പ്രസിംഗ് നടത്തി ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യുവാനാണ് ബഗാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ ഗ്രൗണ്ട് റൈറ്റ് സൈഡിലാണ് ഒപ്പോൺ ടീം ബോൾ പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നതെങ്കിൽ അവരെ പ്രസ് ചെയ്യാൻ ഒരു 3-man ആർക്കിൽ മോഹൻ ബഗാൻ പ്ലേയേഴ്സ് ഉണ്ടാവും. ഇനി ഇവർക്ക് പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ സാധിക്കാതെ ഒപ്പോൺ ടീമിന്റെ തൊട്ടടുത്ത പാസിംഗ് ഓപ്ഷനുള്ള പ്ലേയേഴ്സിലേക്ക് പന്ത് നൽകുകയാണെങ്കിൽ ഈ ഹൈ പ്രസിംഗ് നടത്തുന്ന മോഹൻ ബഗാൻ 3-man ആർക്കിന്റെ പുറകിലായി മറ്റൊരു ആർക്കിൽ മോഹൻ ബഗാന്റെ 3-4 പ്ലേയേഴ്സ് ഉണ്ടാവും. അതായത് ഈ പ്രസിംഗിൽ ഫോർവേഡിലായ ഹൈ പ്രസിംഗ് നടത്തുന്ന 3-man മോഹൻ ബഗാൻ പ്ലേയേഴ്സിന്റെ ഒരു ഷീൽഡായിട്ടാണ് പുറകിലുള്ള ആർക്കിലെ മോഹൻ ബഗാൻ പ്ലേയേഴ്സ് ഉണ്ടാവുക. ഇവിടെ ഹബാസ് ഹൈ പ്രസിംഗ് നടത്തുന്ന പ്ലേയേഴ്സ് എല്ലാം പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഒപ്പോൺ ടീം സൈഡ് സ്വിച്ച് ചെയ്തൊരു പാസ് നൽകി അതിലൂടെ കൗണ്ടർ അറ്റാക്ക് നടത്താതിരിക്കാനാണ്. ഇനി ഒപ്പോൺ ടീം എങ്ങനെയെങ്കിലും അവസരം ലഭിച്ച് സൈഡ് സ്വിച്ച് ചെയ്തൊരു പാസ് നൽകുകയാണെങ്കിൽ അവിടെ ഹബാസ് ഹൈ പ്രസിംഗിനായി യൂസ് ചെയ്യുന്നത് നിലവിൽ ഹൈ പ്രസിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സൈഡിലെ ഓപ്പോസിറ്റ് സൈഡിലെ വിങ് ബാക്കിനെയാണ്. അതായത് ബോൾ പൊസിഷനിലുള്ള ഒപ്പോണന്റ് പ്ലെയറിനെ മോഹൻ ബഗാൻ പ്ലേയേഴ്സ് ടച്ച് ലൈനോട് ചേർത്ത് പ്രസിംഗ് നടത്തുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ മോഹൻ ബഗാൻ വിൻ ബാക്ക് ഡിഫൻസിൽ നിന്ന് സ്റ്റാഗർഡ് പൊസിഷനിൽ മിഡിൽ തേർഡിലേക്ക് അഡ്വാൻസ് ചെയ്തായിരിക്കും നിൽക്കുക. അതായത് സൈഡ് സ്വിച്ച് ചെയ്തൊരു പാസ് ഒപ്പോണന്റ് ടീം പ്രസിംഗിനിടയിലും ഓപ്പോസിറ്റ് സൈഡിൽ എത്തിക്കുകയാണെങ്കിൽ ബോൾ സ്വീകരിക്കുന്ന ഒപ്പോണന്റ് പ്ലെയറെ പ്രസ് ചെയ്യുവാനാണ് ഇത്തരത്തിൽ വിങ് ബാക്കിനെ സ്റ്റാഗർഡ് പൊസിഷനിൽ ഡിഫൻസിൽ നിന്ന് അഡ്വാൻസ് ചെയ്ത് ഹബാസ് നിർത്തിയിരിക്കുന്നത്. ഇനി ചില സമയത്ത് ഒപ്പോണ്ട് ഇത്തരത്തിലുള്ള സ്വിച്ചിങ് പാസിൽ ഓപ്പോസിറ്റ് സൈഡിലെ വിങ് ബാക്ക് പ്രസ് ചെയ്യാത്ത ഡിസ്റ്റൻസിലാണ് ഉള്ളതെങ്കിൽ വിങ് ബാക്ക് ഡിഫൻസിലേക്ക് ഡ്രോപ്പ് ചെയ്ത് 3-man സെൻറ്റർ ബാക്ക് പ്ലേയേഴ്സിൻ്റെ കൂടെ ചേർന്ന് ഒരു 4-man ഡിഫൻസീവ് ലൈൻ ഡിഫൻസിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഇതേ ഹൈ പ്രസിംഗ് രീതി തന്നെയാണ് ഗ്രൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലും ഒപ്പോണിനെ മോഹൻ ബഗാൻ പ്ലേയേഴ്സ് പ്രസ് ചെയ്യുമ്പോൾ നടപ്പാക്കുന്നത്. ഇനി നമ്മൾ ഹബാസിന്റെ ഒഫൻസീവ് ടാറ്റിക്സ് ചെയ്തപ്പോൾ പലരും കമന്റിൽ ചോദിച്ച ഒരു കാര്യമാണ് ഹബാസിന്റെ സ്ട്രക്ചറിന്റെ വീക്ക്നെസ് എന്താണെന്ന്. ഇവിടെ ഹബാസിന്റെ സ്ട്രക്ചറിന്റെ വീക്ക്നെസ് നോക്കിയാൽ മോഹൻ ബഗാൻ ഹൈ പ്രസിംഗ് നടത്തുന്ന സമയങ്ങളിൽ ഒപ്പോണന്റ് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് മോഹൻ ബഗാൻ 3-man സെൻറ്റർ ബാക്ക് മാത്രം ഡിഫൻസിലുള്ളപ്പോൾ ഇവർക്കെതിരെ ക്വിക്കായി കൗണ്ടർ നടത്തുന്ന സമയങ്ങളിൽ ഈ സെൻറ്റർ ബാക്കുകൾക്ക് ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്പേസ് ആണ് ഹബാസിന്റെ സ്ട്രക്ചറിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത്. പൊതുവെ 4-man ഡിഫൻസീവ് സ്ട്രക്ചറിലെ 2-man സെൻറ്റർ ബാക്കുകളേക്കാൾ സ്ട്രോങ് ആണ് കൗണ്ടർ സമയത്ത് മോഡേൺ ഫോർമേഷനിലെ 3-man വൈഡ് സെൻറ്റർ ബാക്കുകൾ എന്ന് തോന്നുകയാണെങ്കിലും ക്വിക്കായിട്ട് ഒപ്പം നടന്ന കൗണ്ടറുകളിൽ ഈ സെൻറ്റർ ബാക്കുകളിൽ ഡിഫൻഡിങ് സമയത്ത് നടക്കുന്ന ചെറിയ മൂവ്മെൻറ്റുകളിൽ തന്നെ വലിയ സ്പേസുകൾ ഇവർക്കിടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്പേസിലൂടെ ഒപ്പം നടത്തിയ ഏതാനും അറ്റാക്കുകൾ നമുക്കിവിടെ നോക്കാം. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ 4-3 എന്ന സ്കോറിൽ പരാജയപ്പെട്ട മത്സരത്തിൽ 63-ാം മിനിറ്റിൽ സീർണിച്ചിൻ്റെ അസിസ്റ്റിൽ ദിമി നേടിയ ഗോൾ നോക്കിയാൽ റൈറ്റ് ബാക്കായി പ്രബിഡദാസ് ഒരു ഡയറക്റ്റ് പാസ് സീർണിച്ചിലേക്ക് നൽകുമ്പോൾ മോഹൻ ബഗാൻ ഡിഫൻസിലെ 3 സെൻറ്റർ ബാക്കും ഓൾമോസ്റ്റ് സെയിം സ്പേസ് മെയിൻറ്റെയിൻ ചെയ്താണ് അവരുടെ ഡിഫൻസീവ് തേർഡിലേക്ക് റൺ നടത്തുന്നത്. എന്നാൽ ഇവിടെ ദിമി മികച്ച അറ്റാക്കിംഗ് പോസ്റ്റിലേക്ക് റൺ നടത്തുന്നത് കാണുന്ന രാഹുൽ ദിമിക്കും തനിക്കുമിടയിൽ കൃത്യമായൊരു വൈഡ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സെൻറ്റർ ബാക്കായ സുഭാഷിൻ്റെയും സെൻറ്റർ ബാക്കായ ഹെക്ടറിൻ്റെയും ഇടയിലേക്ക് റൺ നടത്തുന്നു.
ഇവിടെ രാഹുൽ കൃത്യമായൊരു ഫേക്ക് റണ്ണിലൂടെ ഹെക്ടറിനെ ട്രാപ്പ് ചെയ്ത് തന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ബഗാന്റെ സെൻറ്റർ ബാക്കിനും റൈറ്റ് സെൻറ്റർ ബാക്കിനും ഇടയിൽ ദിമിക്ക് റൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതോടെ സീർണിച്ചിന് മികച്ചൊരു കർവിംഗ് പാസിലൂടെ ദിമിയിലേക്ക് ബോൾ നൽകുവാനും ദിമിക്ക് തൻ്റെ ഫിസിക് ഉപയോഗിച്ച് റൈറ്റ് സെൻറ്റർ ബാക്ക് അൻവർ അലിയെ ബീറ്റ് ചെയ്യുവാനും ഗോൾ നേടുവാനും സാധിക്കുന്നു. ഇവിടെ സെൻറ്റർ ബാക്കുകൾ തമ്മിൽ വൈഡായിട്ടൊരു സ്പേസ് വന്നതുകൊണ്ടാണ് അൻവർ അലിയെ സപ്പോർട്ട് ചെയ്യാൻ ഹെക്ടറിന് ദിമിയിലേക്ക് റൺ ചെയ്ത് എത്താൻ സാധിക്കാത്തത്. ഈ ഗോൾ നമ്മൾ ഓൾറെഡി മറ്റൊരു വീഡിയോയിൽ അനൗൺസ് ചെയ്തതാണ്. ഇനിയുടെ ഇത്തരത്തിൽ മോഹൻ ബഗാൻ 3 മാൻ സെൻറ്റർ ബാക്കിനെതിരെ മറ്റു ടീമുകൾ നടത്തിയ കൗണ്ടർ അറ്റാക്കുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഒന്നാമതായി ഹൈ പ്രസിംഗ് സ്ട്രെച്ചറിനെ കുറിച്ചും ആ സ്ട്രെച്ചറിൽ ഹൈ പ്രസിംഗ് നടത്തുമ്പോഴുണ്ടാവുന്ന ഹബാസിൻ്റെ സ്ട്രെച്ചറിൻ്റെ ഒരു വീക്ക് പോയിന്റ് നോക്കി. ഇനി ഹബാസിൻ്റെ ഡിഫെൻഡിങ്ങിൽ രണ്ടാമതായി വരുന്ന മിഡ് ബ്ലോക്കിലുള്ള ഡിഫെൻഡിങ് നോക്കിയാൽ ഇത് നമുക്ക് കളിയിൽ ഓവറോൾ കാണാൻ സാധിക്കില്ല. ഒന്നില്ലെങ്കിൽ ഹൈ പ്രസിംഗ് അല്ലെങ്കിൽ ലോ ബ്ലോക്ക്. ഇത് രണ്ടുമാണ് ഹബാസ് തൻ്റെ ഡിഫെൻഡിങ്ങിൽ പ്രധാനമായും യൂസ് ചെയ്യുന്നത്. എങ്കിലും ചില മൊമെൻറ്റുകളിൽ 3-5-2 സ്ട്രെച്ചറിലെ മിഡ് ബ്ലോക്ക് കാണാൻ സാധിക്കും. ഈ സ്ട്രെച്ചറിലുള്ളപ്പോൾ സ്വന്തം ഹാഫിലേക്ക് ഒപ്പണം പ്ലേയേഴ്സ് വരുമ്പോൾ മാത്രമേ ബഗാൻ പ്ലേയേഴ്സ് പ്രസ് ചെയ്യാറുള്ളൂ. ഹൈ പ്രസിങ്ങിനെയും ലോ ബ്ലോക്കിനെയും വെച്ച് നോക്കുമ്പോൾ മിഡ് ബ്ലോക്കിൽ പ്രധാനമായും വരുന്ന ഒരു കാര്യം മിഡ്ഫീൽഡിൽ 3 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സും 2 വിങ് ബാക്കുകളും അടങ്ങുന്ന ഒരു 5 മാൻ മിഡ്ഫീൽഡ് ലൈൻ ഡിഫെൻഡിങ് സ്ട്രക്ചറിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ 5 മാൻ പ്ലേയേഴ്സ് മിഡ്ഫീൽഡിൽ വെർട്ടിക്കലി ഗ്രൗണ്ടിൽ ഓവറോൾ കവർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡിഫെൻഡിങ് ടൈമിലുള്ള മിഡ് ബ്ലോക്ക് ഡിഫെൻഡിങ് സ്ട്രക്ചറിൽ മിഡ്ഫീൽഡ് ഏരിയയിൽ നമുക്ക് വലിയ മൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കില്ല. ഇവിടെ പ്രധാനമായും മൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കുന്നത് 3 മാൻ സെൻറ്റർ ബാക്കുള്ള ഡിഫെൻസീവ് ലൈനിലും അതുപോലെ ഡ്യുവൽ സ്ട്രൈക്കേഴ്സിലെ ഫോർവേഡിലുമാണ്. അതായത് ഇപ്പോൾ ഒപ്പോണന്റ് റൈറ്റ് മിഡിൽ തേർഡിലൂടെ അറ്റാക്കിംഗ് നടത്തുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ വെച്ച് റൈറ്റ് വിങ് ബാക്കും അതുപോലെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് മൂവ്മെൻറ്റ് നടത്തുന്ന സ്ട്രൈക്കറും കൂടിയായിരിക്കും അറ്റാക്കിംഗ് നടത്തുന്ന ഒപ്പോണന്റ് പ്ലെയറെ പ്രസ് ചെയ്യുക. ചില സമയങ്ങളിൽ സെൻട്രൽ മിഡ്ഫീൽഡറും ഇവരെ പ്രസ്സിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഇവരുടെ പ്രസ്സിങ്ങിനെ ഓവർകം ചെയ്ത് മിഡ്ഫീൽഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒപ്പോണന്റ് പ്ലെയറെ ഡിഫെൻഡ് ചെയ്യാനായി റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്ന ഡിഫെൻസീവ് ലൈനിലെ റൈറ്റ് സെൻറ്റർ ബാക്ക് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഹൈ പ്രസ്സിങ്ങിൽ പറഞ്ഞതുപോലെ വിങ് ബാക്കിന് ഒരു ഷീൽഡായിട്ടാണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിലൂടെ റൈറ്റ് സെൻറ്റർ ബാക്കും ലെഫ്റ്റ് സെൻറ്റർ ബാക്കും ഈ മിഡ് ബ്ലോക്ക് സ്ട്രക്ചറിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ മിഡ് ബ്ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് ഒപ്പോണന്റ് അത്ര എളുപ്പമല്ല. ഇനി ഈ മിഡ് ബ്ലോക്കിൽ തന്നെ കാണുന്ന മറ്റൊരു മാറ്റം, ചില സമയങ്ങളിൽ ഒപ്പോണന്റ് ബിൽഡപ്പ് നടത്തുന്ന ഓപ്പോസിറ്റ് സൈഡിലെ മോഹൻ ബഗാന്റെ വിങ് ബാക്ക് നമ്മൾ ഹൈ പ്രസ്സിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഡിഫൻസിൽ നിന്ന് കുറച്ച് അഡ്വാൻസ് ചെയ്ത പൊസിഷനിലായിരിക്കും മിഡിൽ തേർഡിൽ കാണുക. എന്നാൽ ഹൈ പ്രസ്സിങ്ങിൽ ഒപ്പോണന്റ് ബോൾ സൈഡ് സ്വിച്ച് ചെയ്യുമ്പോൾ ബോൾ സ്വീകരിക്കുന്ന പ്ലെയറെ പ്രസ് ചെയ്യുവാനാണ് വിങ് ബാക്കിനെ യൂസ് ചെയ്യുന്നതെങ്കിൽ മിഡ് ബ്ലോക്കിൽ വിങ്ങിലൂടെ നടത്തുന്ന ഒപ്പോണന്റിൽ നിന്ന് പ്രസ്സിങ്ങിലൂടെ ബോൾ വിൻ ചെയ്യുകയാണെങ്കിൽ സൈഡ് സ്വിച്ച് ചെയ്തൊരു ഡയഗണൽ ലോങ് ബോൾ ഈ വിങ് ബാക്കിലേക്ക് നൽകിക്കൊണ്ട് ഒപ്പോണന്റിനെതിരെ ക്വിക്കായ ഒരു കൗണ്ടർ നടത്തുവാനാണ് ഇത്തരത്തിൽ വിങ് ബാക്ക് ഡിഫൻസിൽ നിന്നും സ്റ്റാഗേർഡ് പൊസിഷനിൽ മിഡിൽ തേർഡിലേക്ക് അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്നത്. ഇനി മൂന്നാമതായി അവസാനമായി ഹബാസിന്റെ ഡിഫെൻഡിങ് സ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് കാണുന്ന ലോ ബ്ലോക്കിലേക്ക് വന്നാൽ ഇവിടെ 5-3-2 എന്ന സ്ട്രക്ചറിലായിരിക്കും ബഗാനെ ഡിഫെൻഡിങ് ടൈമിൽ കാണാൻ സാധിക്കുക. അതായത് ഡിഫൻസിൽ 3 സെൻറ്റർ ബാക്കുകളും 2 വിങ് ബാക്കും അടങ്ങുന്ന ഡിഫൻസീവ് ലൈനും മിഡ്ഫീൽഡിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറും 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സും അടങ്ങുന്ന മിഡ്ഫീൽഡ് ഏരിയയും അതുപോലെ ഡ്യുവൽ സ്ട്രൈക്കേഴ്സുള്ള ഫോർവേഡും. ഇവിടെ ഇത്തരത്തിൽ 5 മാൻ ഡിഫൻസിലേക്ക് മാറുന്ന മോഹൻ ബഗാൻ ടീമിനെ 2 വിങ്ങിലൂടെയുള്ള അറ്റാക്കിലൂടെ ബീറ്റ് ചെയ്യുക എന്നത് ഒപ്പോണിന് വളരെ ബുദ്ധിമുട്ടാണ്. ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഹബാസ് ഈ ലോ ബ്ലോക്ക് സ്ട്രക്ചറാണ് ഏറ്റവും കൂടുതൽ ഡിഫെൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ ഈ ലോ ബ്ലോക്ക് ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കിയാൽ നമ്മൾ മിഡ് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ മിഡ്ഫീൽഡിൽ 3 മിഡ്ഫീൽഡേഴ്സും 2 വിങ് ബാക്കും അടങ്ങുന്ന 5 മാൻ മിഡ്ഫീൽഡ് ലൈൻ മൂവ്മെൻറ്റ് ഇല്ലാതെ മിഡ്ഫീൽഡിൽ തുടരുമ്പോൾ ലോ ബ്ലോക്കിൽ ഡിഫൻസിലെ 5 മാൻ ഡിഫൻസീവ് ലൈനും മിഡ്ഫീൽഡിലെ 3 മാൻ ഡിഫൻസീവ് ലൈനും ഫോർവേഡിലെ 2 മാൻ ഡിഫൻസീവ് ലൈനും ഗ്രൗണ്ടിൽ കൃത്യമായൊരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒപ്പോണന്റ് മോഹൻ ബഗാന്റെ റൈറ്റ് വിങ്ങിലൂടെ അറ്റാക്കിംഗ് നടത്തുകയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ ഡിഫൻസീവ് ലൈനിലുള്ള ബഗാന്റെ റൈറ്റ് വിങ് ബാക്ക് റൈറ്റ് മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് അഡ്വാൻസ് ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ 3 മിഡ്ഫീൽഡേഴ്സും ഒരു റൈറ്റ് വിങ് ബാക്കുമുള്ള 4 മാൻ മിഡ്ഫീൽഡ് ലൈനിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രസ്സിംഗ് ആയിരിക്കും ഇവിടെ നടത്തുന്നത്. ഇവിടെ ഫോർവേഡിൽ നിന്നുള്ള സ്ട്രൈക്കേഴ്സിൻ്റെ സപ്പോർട്ട് ഈ പ്രസ്സിങ്ങിനുണ്ടാവും.
ഈ സമയം ഡിഫൻസീവ് ലൈനിൽ റൈറ്റ് സെൻറ്റർ ബാക്ക് റൈറ്റ് ടച്ച് ലൈനിലേക്ക് മൂവ്മെൻറ്റ് ചെയ്ത് റൈറ്റ് വിങ് ബാക്കിനെ ബീറ്റ് ചെയ്ത് വരുന്ന ഒപ്പോണിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഡിഫെൻസീവ് വാൾ പോലെ റൈറ്റ് വിങ് ബാക്കിൻ്റെ പുറകിലായി ഉണ്ടാവും. അതായത് മിഡ് ബ്ലോക്കിൽ സെൻറ്റർ ബാക്കിൻ്റെ റോൾ പറഞ്ഞതുപോലെ തന്നെ. ഇനി ഇവിടെ നമ്മൾ മിഡ് ബ്ലോക്ക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഗ്രൗണ്ടിൽ മോഹൻ ബഗാൻ പ്ലേയേഴ്സ് പ്രസ് ചെയ്യുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ മോഹൻ ബഗാൻ വിങ് ബാക്ക് ഒരു സ്റ്റാഗഡ് പൊസിഷനിൽ അഡ്വാൻസ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. ഓപ്പോസിറ്റ് സൈഡിലെ വിങ് ബാക്ക് ഡിഫൻസീവ് ലൈനിലെ 3 മാൻ സെൻറ്റർ ബാക്കുകളുടെ കൂടെ നിന്നുകൊണ്ട് ഒരു 4 മാൻ ഡിഫൻസീവ് ലൈൻ തങ്ങളുടെ ഫോർവേഡിലുള്ള 3 മാൻ മിഡ്ഫീൽഡേഴ്സിൻ്റെയും റൈറ്റ് വിങ് ബാക്കിൻ്റെ പുറകിലായി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ 4-4-2 എന്ന സ്ട്രക്ചറിലേക്ക് 5 മാൻ സ്ട്രക്ചർ വിങ്ങിൽ നടത്തുന്ന പ്രസ്സിംഗ് സമയത്ത് ചേഞ്ച് ആവും. ഈ സെയിം രീതി തന്നെയായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ പ്രസ്സിംഗ് നടക്കുമ്പോൾ. ഇവിടെ എടുത്ത് പറയേണ്ടത് വിങ് ബാക്കുകൾ പ്രസ് ചെയ്യാൻ ഡിഫൻസിൽ നിന്നും വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ 3 മാൻ മിഡ്ഫീൽഡേഴ്സിന് വെർട്ടിക്കലുള്ള ചെറിയ മൂവ്മെൻറ്റിൽ തന്നെ മിഡ്ഫീൽഡ് ഏരിയ പൂർണ്ണമായും കവർ ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ 5-3-2 എന്ന മോഹൻ ബഗാൻ ലോ ബ്ലോക്ക് സ്ട്രക്ചറിലേക്ക് മാറിയാൽ ഒപ്പോൺ ടീമിൻ്റെ ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്ത് നടത്തുന്ന അറ്റാക്കിംഗ് ആയിക്കോട്ടെ, വൈഡ് മിഡ്ഫീൽഡേഴ്സോ വിങ്ങേഴ്സിനെ കൊണ്ട് നടത്തുന്ന അറ്റാക്കിംഗ് ആയിക്കോട്ടെ, ഇവർ ബീറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലോ ബ്ലോക്കിലേക്ക് മാറിയ മോഹൻ ബഗാനെ മിഡ്ഫീൽഡിലൂടെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും ഒപ്പോണിന് കുറച്ചുകൂടി ബെറ്റർ. ബ്ലാസ്റ്റേഴ്സ് അത്തരത്തിൽ അവസാന മത്സരത്തിൽ രാഹുലിൻ്റെ അസിസ്റ്റിൽ വിപിനിലൂടെ ഗോൾ നേടിയിരുന്നു. എന്നാൽ ഈ മത്സരത്തിൽ ലോ ബ്ലോക്ക് 5 മാൻ സ്ട്രക്ചറിലേക്ക് മാറിയ മോഹൻ ബഗാൻ ഡിഫൻസിന് മുമ്പിൽ ബ്ലാസ്റ്റേഴ്സ് വിങ്ങിലൂടെ നടത്തിയ ഫുൾ ബാക്കിനെ വെച്ചുള്ള അറ്റാക്കായാലും വൈഡ് മിഡ്ഫീൽഡേഴ്സിനെ വെച്ചുള്ള അറ്റാക്കായാലും പൂർണ്ണമായും പരാജയപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ ഹബാസിൻ്റെ ലോ ബ്ലോക്ക് ഡിഫെൻഡിങ് ബ്ലാസ്റ്റേഴ്സിനെതിരെ നടപ്പാക്കിയ ചില മൊമെൻറ്റ്സ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ ലീഡ് നേടിയ ബഗാൻ സെക്കൻഡ് ഹാഫിൽ ലോ ബ്ലോക്കിലേക്ക് മാറിയ ശേഷം മത്സരത്തിൻ്റെ 48-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ബോൾ പൊസിഷൻ നിലനിർത്തി റൈറ്റ് വിങ്ങിലൂടെ അറ്റാക്കിംഗ് നടത്തുന്ന സമയം 5 മാൻ ഡിഫൻസിലുണ്ടായിരുന്ന മൻവീർ സിംഗ് ലെഫ്റ്റ് മിഡിൽ തേർഡിലേക്ക് അഡ്വാൻസ് ചെയ്ത് വന്നുകൊണ്ട് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ ഒരു 4 മാൻ ലൈൻ ക്രിയേറ്റ് ചെയ്ത് പ്രഭുദാസിനെ പ്രസ് ചെയ്യുകയാണ്. ഇതേസമയം ലെഫ്റ്റ് സെൻറ്റർ ബാക്കായ സുഭാഷിഷ് മൻവീർ സിംഗിൻ്റെ പുറകിലെ ഒരു ഡിഫൻസീവ് വാൾ പോലെ രാഹുലിനെ മാർക്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ടച്ച് ലൈനിലേക്ക് റൺ നടത്തുകയാണ്. ഇതേസമയം റൈറ്റ് വിങ് ബാക്ക് ആശിഷ് റായ് ഡിഫൻസിൽ 3 മാൻ സെൻറ്റർ ബാക്കിൻ്റെ കൂടെ ഡിഫൻസീവ് ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഒരു 4 മാൻ ഡിഫൻസീവ് ലൈനിൽ നിന്നുകൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് വിങ്ങിലൂടെയുള്ള അറ്റാക്കിംഗ് സ്പേസ് ബഗാൻ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് സൈഡ് സ്വിച്ച് ചെയ്ത് ലെഫ്റ്റ് വിങ്ങിലൂടെ അറ്റാക്കിംഗ് നടത്തുമ്പോൾ സെൻറ്റർ ബാക്കുകളുടെ കൂടെ ഡിഫൻസീവ് ലൈനിൽ ഉണ്ടായിരുന്ന റൈറ്റ് വിങ്ങറായ ആശിഷ് റായ് റൈറ്റ് മിഡിൽ തേർഡിലേക്ക് അഡ്വാൻസ് ചെയ്ത് വന്നുകൊണ്ട് സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ ഒരു 4 മാൻ ലൈൻ ക്രിയേറ്റ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്കായ സന്ദീപിനെ പ്രസ് ചെയ്യുകയാണ്. ഇതേസമയം ബ്ലാസ്റ്റേഴ്സ് റൈറ്റ് വിങ്ങിലൂടെ അറ്റാക്കിംഗ് ചെയ്തിരുന്നപ്പോൾ മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ 4 മാൻ ലൈനിൽ നിന്നുകൊണ്ട് പ്രസ് ചെയ്തിരുന്ന ലെഫ്റ്റ് വിങ് ബാക്കായ മൻവീർ സിംഗ് ഡിഫൻസീവ് ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്ത് 3 മാൻ സെൻറ്റർ ബാക്കുകളുടെ കൂടെ ഒരു 4 മാൻ ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡിഫൻസീവ് ലൈനിലേക്ക് വന്ന് ഡിഫെൻഡ് ചെയ്യുന്നതും നമുക്കിവിടെ കാണാം. ഇത്തരത്തിലാണ് ഹബാസിൻ്റെ സ്ട്രക്ചറിൽ ലോ ബ്ലോക്കിൽ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. ഇനി അവസാനമായി ഹബാസിൻ്റെ ഡിഫെൻഡിങ് ടാറ്റിക്സിൽ ഹൈ പ്രസിംഗിലും മിഡ് ബ്ലോക്കിലും ലോ ബ്ലോക്കിലും ഏറ്റവും പ്രാധാന്യമുള്ള പ്ലേയേഴ്സ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ് ബാക്കിൻ്റെയും റൈറ്റ് വിങ് ബാക്കിൻ്റെയും പൊസിഷനാണ്. കാരണം ഇവർക്ക് മത്സരത്തിൻ്റെ 90 മിനിറ്റും ഗ്രൗണ്ടിൽ അപ്പ് ആൻഡ് ഡൗൺ വൈഡ് ചാനലിലൂടെ അറ്റാക്കിങ്ങിനായാലും ഡിഫെൻഡിങ്ങിനായാലും റൺ നടത്തേണ്ടതുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ 2 പൊസിഷനിലുള്ള പ്ലേയേഴ്സിനും ഹബാസിൻ്റെ ടാറ്റിക്സിൽ മികച്ച സ്റ്റാമിന ഡിമാൻഡ് ചെയ്യുന്നു. നിലവിൽ ഹബാസിൻ്റെ ഫോർമേഷനിലെ ലെഫ്റ്റ് വിങ് ബാക്കായും റൈറ്റ് വിങ് ബാക്കായും പ്രധാനമായും ഇറങ്ങുന്ന പ്ലേയേഴ്സ് ലെസ്റ്റൻ കൊളാസോ, മൻവീർ സിംഗ്, ആശിഷ് റായ് എന്നീ പ്ലേയേഴ്സാണ്. ഇതിൽ ലെസ്റ്റൻ കൊളാസോയും മൻവീർ സിംഗും ഒരുമിച്ച് ഇറങ്ങുന്ന സമയം ഒഫൻസീവിലും ഡിഫൻസീവിലും ഈക്വലി ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഡിഫൻസീവ് അട്രിബ്യൂട്ട്സ് കൂടുതലുള്ള ആശിഷ് റായ് ഒരു റൈറ്റ് വിങ് ബാക്കായി ഗ്രൗണ്ടിൽ ഇറങ്ങുകയാണെങ്കിൽ കൂടുതലും ലെഫ്റ്റ് വിങ് ബാക്കായി ഇറങ്ങുന്ന മൻവീർ സിംഗും ലെസ്റ്റൻ കൊളാസോ ആയിരിക്കും കൂടുതലായി ഒഫൻസീവ് ഡ്യൂട്ടി ഉണ്ടാവുക. ആശിഷ് റായ് കുറച്ചൊരു ഡിഫൻസീവ് ഡ്യൂട്ടിയിൽ മിഡിൽ തേർഡിലും ഡിഫൻസീവ് തേർഡിലുമായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ഹബാസിൻ്റെ ഒഫൻസീവ് ടാറ്റിക്സിൻ്റെ വീഡിയോ ലിങ്ക് എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള മികച്ച ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോയ്ക്കായി സ്പോർട്സ് സ്റ്റഫ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെൽ ഐക്കൺ ഓണാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.